ശ്രീ ആ, ശ്രീ വി പി മുസ്തഫ, അടച്ച ബാറുകൾ തുറക്കുമോ എന്ന് ഇലക്ഷന് മുൻപ് സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ യെച്ചൂരി ഒരു സംശയമില്ലാതെ ഇല്ല എന്ന് തന്നെ പറഞ്ഞതാണ്. അധികാരത്തിലെത്തി അധിക നാളാവും മുമ്പ് തന്നെ അടച്ച ബാറുകളൊക്കെ തുറന്നു, പിന്നെയും തുറന്നു. ടോഡി ഷോപ്പൊന്നും അതും ഇതൊന്നും പറഞ്ഞ് ആ വഴിക്ക് വേറെ. അഹല്യയിൽ ഒയാസിന് വേണ്ടി മന്ത്രിവക മഴക്കുഴി എണ്ണൽ, പുത്തം ബ്രാൻഡി ഇറക്കൽ. ശരി, എം വി ഗോവിന്ദൻ പറയുന്നത് പോലെ മൂർത്തമായ കാലത്തെ മൂർത്തമായ തീരുമാനങ്ങളാണെങ്കിൽ ഈ മദ്യവർജനം എന്ന കള്ളം ഇനിയും പറയണോ ശ്രീ മുസ്തഫ? ഈ കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേൾക്കാം മുസ്തഫ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ശരിയാക്കി തരാം മുസ്തഫ, കേൾക്കാം, പറഞ്ഞു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകൾ അല്ലെങ്കിൽ 39 ബാറുകൾ വളരെ കുറഞ്ഞേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ 884 എന്നൊക്കെയുള്ള കണക്കുകൾ പറയുന്നത് കേട്ടാൽ ഈ 2011-16 കാലയളവിൽ കേരളത്തിൽ ബാറുകളേ ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ തോന്നുക. ഇനി അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ UDF ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള മദ്യനിരോധന പരിശ്രമത്തിൻ്റെ ഭാഗമായി ബാറുകളെല്ലാം അടച്ചുപൂട്ടി. പക്ഷേ ഇതാ LDF വന്ന ശേഷം എല്ലാം വീണ്ടും തുറന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം സൃഷ്ടിക്കാനാണല്ലോ ഇടയായി തീരുക. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? 2011 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എത്ര ബാറുകൾ ഉണ്ടായിരുന്നു? അതിൻ്റെ കണക്ക് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഹാഷ്മി പറയട്ടെ, അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, അവരും പറയട്ടെ. എങ്ങനെയാണ് അത് 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്താവുമ്പോൾ അടച്ചുപൂട്ടാൻ ഇടയായത്? അത് മദ്യനിരോധന പരിശ്രമത്തിൻ്റെ UDFൻ്റെ അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ? കേരളത്തിലെ ആളുകളുടെ മദ്യപാനം കുറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അടപ്പിച്ചതാണോ? എങ്ങനെയാണ് അന്ന് ഈ ബാറുകളുടെ എണ്ണം കുറഞ്ഞതും ബാറുകൾ അടച്ചിടാനിടയായതും എന്നുള്ളത് ഹാഷ്മിയും വിശദീകരിക്കുക, UDFൻ്റെ പ്രതിനിധിക്കും വിശദീകരിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കേരളത്തിൽ ഇല്ലാതിരുന്ന ബാറുകൾ എന്തോ പുതുതായിട്ട് ഈ 10 വർഷം കൊണ്ടുണ്ടായി, അങ്ങനെ ഒരു വ്യവസായം കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങി എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് ശരിയല്ല. ഇനി ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ 10 വർഷമൊന്നുമല്ല. മദ്യനിരോധനം ഫലപ്രദമല്ല. ഗുജറാത്ത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ലോകത്ത് പലയിടത്തും ഹാഷ്മിക്ക് ഉൾപ്പെടെ അറിയാമല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ രാജ്യങ്ങളിൽ പോലും മദ്യം സുലഭമായിട്ട് ലഭിക്കും. അവിടെ എത്തിയ മലയാളികൾ പോലും മദ്യക്കച്ചവടം നടത്തുന്നുണ്ടെന്നും മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നും നമുക്കറിയാമല്ലോ, ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അത് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താ? ബിവറേജ് കോർപ്പറേഷനാണ് കേരളത്തിൽ മദ്യം വിൽക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവിധാനം. 2011-16 UDF ഭരണകാലത്ത് 1706 ലക്ഷം കേസ് മദ്യമാണ് കേരളത്തിൽ വിറ്റുപോയത്. കേസ് കണക്ക് നമുക്ക് പിന്നെ പറയാം. ആ കേസ് എനിക്ക് പറയാം. ശ്രീ മുസ്തഫ, മദ്യവർജനമാണ് സർക്കാർ നയം എന്നങ്ങ് ഇപ്പോഴും വെറുതെ ആവർത്തിക്കലാണ് കേട്ടോ. മദ്യവർജനത്തിലേക്ക് നയിക്കുന്ന ഒരു ചുക്കും ഈ സർക്കാർ ചെയ്യുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ കള്ളൊഴുക്കിയിട്ട് സർക്കാർ വക ബ്രാൻഡി ഇറക്കിയിട്ട് ആ ബ്രാൻഡിക്ക് പേരിട്ടാൽ 10,000 രൂപ തരാം എന്ന് പ്രഖ്യാപനം നടത്തി കോടതി തിരിച്ചടി കിട്ടിയിട്ട് മക്കളെ നിങ്ങൾ കള്ളു കുടിക്കല്ലേ എന്ന് ഉപദേശിച്ചാൽ ശരിയാവുന്നതാണ് അങ്ങനെ ധാരണ. വിട്ടേക്ക്. പക്ഷേ ഇവിടെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും കേരളത്തിൽ 29 ബാറുകളേ ഉള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ലല്ലോ. അതിപ്പോൾ നിയമസഭയിലെ ചോദ്യോത്തര പ്രകാരം തന്നെ 5071 കള്ളുഷാപ്പുകൾ, 336 ബിവറേജ് ഔട്ട്ലെറ്റുകൾ, 884 ബാറുകളുണ്ട് എന്നത് രേഖാപരമാണ്. അതിലും സംശയമുണ്ടോ? എന്നിട്ട് മദ്യവർജനം ഒന്ന് പറയാവോ ശ്രീ മുസ്തഫ? പിന്നെ ഞാൻ ഏത് കണക്ക് പറയണം, എന്ത് കണക്ക് പറയണം എന്നൊക്കെ ഹാഷ്മി തന്നെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇവിടെ വിളിച്ചിരുത്തണം. കേസിന്റെ കണക്കൊന്നും പറയണ്ട, ഹാഷ്മിയുടെ കണക്ക് മാത്രം മതി. നിയമസഭയുടെ കണക്കാണ്, അല്ലല്ലോ ചർച്ച. നിയമസഭയുടെ കണക്കാണല്ലേ ചർച്ചയെ കുറിച്ച്. അല്ല, ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത കണക്കല്ലല്ലോ. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ കണക്കല്ല, നിയമസഭയിലെ കണക്കാണ്. നിങ്ങൾക്ക് മാത്രമേ നിയമസഭയിലെ കണക്ക് കിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നിയമസഭയുടെ കണക്ക് കിട്ടുക. ഞാൻ പറയുന്നത് നിയമസഭയുടെ കണക്കല്ലേ. 2011-16 UDF ഭരണകാലത്ത് കേരളത്തിൽ വിറ്റ മദ്യക്കുപ്പികളുടെ എണ്ണം 1706 ലക്ഷം കേസാണ്. ഒന്നാം പിണറായി സർക്കാർ 2016-21 കേരളത്തിൽ വിറ്റ ആകെ മദ്യക്കുപ്പികളുടെ എണ്ണം 1613
10 ലക്ഷം കേസാണ്. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ 2021-26 ഇതുവരെ വിറ്റിട്ടുള്ള മദ്യക്കുപ്പികളുടെ എണ്ണം 1552 ലക്ഷം കേസാണ്. കേരളത്തിൽ മദ്യവിൽപ്പന കൂടിയോ കുറഞ്ഞോ? കേരളം മുഴുവൻ ഞങ്ങൾ മദ്യം കുടിപ്പിച്ച് കടത്തുകയാണോ? കേരളത്തിലാകെ ബാറുകളുടെ എണ്ണം കൂടി, പ്രവൃത്തി സമയം കൂടി, അതുകൊണ്ട് മദ്യ ഉപഭോഗം കൂടിയോ? മദ്യവിൽപ്പന കൂടിയോ? അതുകൂടി പറയണ്ടേ? അതല്ലേ കണക്ക്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ച മദ്യവർജന പരിശ്രമങ്ങൾ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന്റെ നല്ല തെളിവല്ലേ ഇത്? ഓക്കെ, താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മദ്യവർജന പരിശ്രമം വിട്ടേക്ക്, അതൊക്കെ പരാജയമാണെങ്കിൽ ഈ 2011-16 UDF ഗവൺമെന്റിന്റെ കാലത്ത് വിറ്റ 1710 ലക്ഷം കേസിനേക്കാൾ ഈ 10 വർഷം കൊണ്ട് വർദ്ധിക്കുകയല്ലേ വേണ്ട വിറ്റ കുപ്പികളുടെ എണ്ണം? അത് യുക്തിവാദമാണ്, ലോജിക്കൽ വാദമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.